ഞാൻ പറഞ്ഞു വെച്ചത് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് ലക്ഷദ്വീപ് വിഷയമുണ്ടായ സമയത്തായിരുന്നു അല്ലേ? എനിക്ക് വലിയ വിഷയമുണ്ടായി. ആ സമയത്ത് റിപ്പോർട്ടർ ടിവിയുടെ താഴെ ഇരുന്നൊരു ചർച്ചയിൽ പങ്കെടുക്കുകയും അന്ന് ഐഷ സുൽത്താന പറഞ്ഞൊരു വാക്കാണ് വലിയ വിവാദമായി രാജ്യദ്രോഹ കുറ്റമായി ചുമത്തുകയും ഐഷയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ കേസും പോരാട്ടമായി മുന്നോട്ട് പോയ ഒരാളാണ്. ഐഷ ഇപ്പോൾ വിവാഹം ചെയ്യുകയാണ്. വിവാഹം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ വിഷയങ്ങളുണ്ടാകുമ്പോൾ ലക്ഷദ്വീപിൽ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് വിവാഹം. ആ പ്രണയം എങ്ങനെയാണ് തുടങ്ങുന്നത്? പ്രണയം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ പ്രണയത്തിലേക്ക് എത്താൻ അത്ര കാലതാമസം ഉണ്ടായില്ല, അതാണ് സത്യം. കാരണം എൻ്റെ ഒരു നിലപാടും പുള്ളിയുടെ ഒരു നിലപാടും ഒക്കെ കറക്റ്റായിരുന്നു. ലക്ഷദ്വീപുകാരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു പുള്ളി. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു സുഹൃത്തെന്ന നിലയിൽ അടുത്തറിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അയാൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നി എന്തുകൊണ്ട് ആയിക്കൂടാ, ഒരു ലൈഫ് പാർട്ട്ണർ ആകുമ്പോൾ ഇതേപോലെ ഒരാൾ തന്നെ വേണം എന്നൊരു തീരുമാനം ഉണ്ടായി. അങ്ങനെ തന്നെ അയാൾക്കും തോന്നി. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ കാലതാമസമൊന്നും എടുത്തില്ല. ഒരു പ്രണയം അങ്ങനെ പ്രണയിച്ച് നടന്ന ആൾക്കാരും അല്ല കേട്ടോ ഞങ്ങൾ. ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങനെ പ്രണയിച്ച് നടന്ന ആൾക്കാരല്ല. നമുക്ക് പരസ്പരം അറിയാം, പ്രണയമുണ്ടെന്നറിയാം, സംസാര രീതികളിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ അത് കല്യാണം വരെ എത്തി. എങ്ങനെയാണ് അത് തുടക്കം? എനിക്കൊന്ന് ലക്ഷദ്വീപിലെ വിഷയങ്ങൾ വരുന്നത് വലിയ വിഷയങ്ങളായിരുന്നു. എനിക്കൊന്ന് ഐഷ സുൽത്താനെ വലിയ രീതിയിൽ ക്രൂശിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. അന്ന് കൂടെ നിന്ന് ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി മീഡിയാസ് ഉണ്ട്. അതിലൊരു പാർട്ടായിരുന്നു ഞാൻ. അത് ഒരു ഒരു എന്താണ് പറയുക, ഒരു നമ്മുടെ ഒരു ആളുകൾക്ക് വേണ്ടി ഒരു ധീര പോരാട്ടമായിരുന്നു. വനിത എന്ന നിലയിൽ ഐഷ സുൽത്താൻ, ഐഷയ്ക്ക് ഒത്തിരി പിന്തുണയായിരുന്നു. പാർട്ടി മൊത്തം പിന്തുണയായിട്ട് വന്നൊരു സമൂഹമായിരുന്നു അന്നത്തെ സമരം. അതിനുശേഷം ഐഷ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. ആ സിനിമയിൽ അന്ന് പറയാനുള്ളതൊക്കെ മുമ്പ് ചെയ്ത് ആ സിനിമ പറഞ്ഞു വെച്ചിരുന്നത് അതായിരുന്നു. അതുവരെ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. ആ വിഷയങ്ങൾ നടക്കുമ്പോൾ ഐഷയുടെ ദ്വീപ് ഏതായിരുന്നു? എൻ്റെ ദ്വീപ് ശരിക്കും ചെത്ലാത്ത് എന്ന് പറഞ്ഞ ഐലൻഡാണ്. പക്ഷെ ഞാൻ പോയി വരാറുള്ളത് കവരത്തി ദ്വീപിലായിരുന്നു. നമ്മൾ ഈ കേസും ബഹളവും ഒക്കെ ആയിട്ടുള്ള പോയി വരവ് പോക്കും. ഈ കവരത്തി ദ്വീപിലായിരുന്നു? അല്ല, ആളുള്ളത് ആന്ധ്ര ദ്വീപിലാണ്. ഞാൻ പോയിട്ടേ ഇല്ല. ആൾ ഇത്ര നാളും അവിടെ 3 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടും ആന്ധ്രം കൽപ്പേനി ഐലൻഡിൽ ഞാൻ പോയിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്രണയം തുടങ്ങുന്നത്? അതാണ് അതൊരു സ്വകാര്യമായൊരു ഇത് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം അതൊരു നമ്മളൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് ത്രൂ ആണ് അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് അങ്ങനെ കൊച്ചിയിൽ വെച്ച് കണ്ടപ്പോൾ ഒക്കെ ആളുടെ ഒരു പേഴ്സണാലിറ്റി എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. സംസാര രീതി ആയാലും ശരി. പിന്നെ അവരെ ഫാമിലീനൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ അവരും അതേപോലെ ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ ഫാമിലിയൊക്കെ, അമ്മ അച്ഛനൊക്കെ. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഇപ്പം എത്ര പോരാട്ടം ഉണ്ടായാലും ശരി, എത്രത്തോളം ഇതായാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു മിസ്സിങ് ആണ്. ഒരു നല്ല ലൈഫ്, മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന പോലുള്ള കുറച്ച് ഒരു ലൈഫിൽ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വളരെ ചെറുപ്പത്തിൽ നിന്ന് എൻ്റെ വാപ്പ മരിച്ചിട്ട് തന്നെ വർഷം ഇപ്പോൾ 10 ആവുന്നു. അപ്പോൾ തന്നെ കുറേ ഉത്തരവാദിത്തം കൂടുതലായിരുന്നു എനിക്ക്. എൻ്റെ ഉമ്മ ആയിക്കോട്ടെ, എൻ്റെ അനിയനെ. അപ്പം വാപ്പ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ നേരെ അനിയൻ മരിച്ചു. ഇക്കാക്ക് അറിയാവുന്ന സ്റ്റോറിയാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞനിയനെയും ഉമ്മയും ഞാനും മാത്രമായി ഞങ്ങളൊരു ഫ്ലാറ്റിൽ ഒതുങ്ങിയ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് ആളുകളുമായിട്ട് അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ചേർന്ന് പോകാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഒതുങ്ങി താമസിക്കുന്ന ആൾക്കാർ. അതൊക്കെ കഴിഞ്ഞ് 2015 വാപ്പ മരിക്കുന്നത്. അനിയൻ മരിക്കുന്നത് 16 തുടക്കത്തിലാണ്. അത് കഴിഞ്ഞ് 2020 വരയ്ക്കും ഞങ്ങൾ എന്താണോ എവിടെയാണോ എന്നുള്ളതൊന്നും ആളുകൾക്ക് അധികം അറിയില്ലായിരുന്നു. ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ പിന്നെ ഞാൻ എൻ്റെ ലാജോ സാറിനെ അസിസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ സിനിമ ഒക്കെ അസിസ്റ്റ് ചെയ്ത് അങ്ങനെ എൻ്റെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.